ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് അമൃതം പൊടി ഉപയോഗിച്ച് നല്ല അടിപൊളിയായിട്ടുള്ളൊരു കിണ്ണത്തപ്പം തയ്യാറാക്കിയെടുക്കാം. വളരെ സ്പെഷ്യൽ ടേസ്റ്റ് ആയിട്ടുള്ളൊരു കിണ്ണത്തപ്പമാണിത്. ഞാൻ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് പഞ്ചസാരയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു 7-8 ഏലക്ക കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഈ ഏലക്ക 7-8 ചേർക്കുക, എന്നാലേ നല്ലൊരു ഫ്ലേവർ നമുക്ക് കിട്ടും. പഞ്ചസാരയുമായിട്ട് തന്നെ ഇത് അടിച്ചെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടും. മാത്രവുമല്ല, ഇത് നമ്മുടെ ഏലക്ക പെട്ടെന്ന് തന്നെ നമുക്ക് പൊടിഞ്ഞും കിട്ടും. അപ്പോൾ നമ്മുടെ പഞ്ചസാര ഇവിടെ നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 2 മുട്ട കൂടി ചേർത്ത് കൊടുക്കാം. എന്നതിന് ശേഷം നമുക്കിതിനെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. നമ്മുടെ മുട്ടയും ആ ഉപ്പും നമ്മുടെ പഞ്ചസാരയും എല്ലാം നല്ലപോലെ മിക്സ് ആവുന്നവരെ നമുക്കൊന്ന് ഇതൊന്ന് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ എല്ലാം കൂടി ഞാൻ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് തേങ്ങാപ്പാലാണ്. ഞാൻ ഒരു അരമുറി തേങ്ങയുടെ പാലാണ് എടുത്തേക്കുന്നത്. നല്ല തിക്കായിട്ട് തന്നെ തേങ്ങാപ്പാൽ എടുക്കുക. അപ്പോൾ 2 കപ്പ് തേങ്ങാപ്പാൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ കപ്പളവ് വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ പൊതുവായിട്ട് കാണുന്ന ഒന്ന് തന്നെയാണ് നാഴി. ആ നാഴിക്ക് 3/4 നാഴിയാണ് എൻ്റെ ഈ 1 കപ്പ്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് അമൃതം പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് അമൃതം പൊടിയാണ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ആവുന്നവരെ ഒന്ന് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ നല്ല പോലെ ഒന്ന് മിക്സായി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ബേക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇനി നമുക്ക് നമ്മൾ എന്തിലാണോ ഇത് വേവിച്ചെടുക്കുന്നത് അതിലേക്ക് നമുക്ക് ആ ടിന്നിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒന്ന് തൂത്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും നല്ലപോലെ ഒന്ന് നെയ്യ് തടവി കൊടുക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഈ കിണ്ണത്തപ്പത്തെ റീമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. അതിനാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഈ ബാറ്റർ ഇതിനുള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു കറക്റ്റായിട്ടുള്ളൊരു അളവാണ് ഞാൻ പറഞ്ഞു തന്നത്. കണ്ടോ, ഇതുപോലെ ആയിരിക്കണം നമ്മുടെ കിണ്ണത്തപ്പത്തിൻ്റെ ആ ഒരു ലൂസ്. ഒരുപാട് തിക്കാവരുത്, നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല, കട്ടിയായി പോവും നമ്മുടെ കിണ്ണത്തപ്പം. അപ്പോൾ ഇനി നമുക്കിനി ചെയ്യേണ്ടത് ഇതിനെ ഒന്ന് ആവി കയറ്റി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഇഡലിക്കുട്ടത്തിലാണ് ഞാൻ ഇത് ചെയ്യുന്നത്. ഇഡലിക്കുട്ടത്തിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതുപോലെ ഒരു തട്ടുണ്ടെങ്കിൽ ആ തട്ട് വെച്ച് കൊടുത്തിട്ട് വേണം ഇതിൻ്റെ മുകളിൽ നമുക്ക് നമ്മുടെ ടിന്ന് ഇറക്കി വെച്ചിട്ട് ആവി കയറ്റി വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ഈ വെള്ളം ഒന്ന് വെട്ടി തിളയ്ക്കുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് വെള്ളം വെട്ടി തിളച്ചതിന് ശേഷം നമുക്കിത് ഇറക്കി വയ്ക്കാം. അപ്പോൾ നമുക്ക് ഇത് ഇറക്കി വയ്ക്കാം. അപ്പോൾ ശ്രദ്ധിച്ച് വെക്കുക, നന്നായിട്ട് ചൂടായി കിടക്കുകയാണ്. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഇത് പുഴുങ്ങിയെടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 25 മിനിറ്റ്, കറക്റ്റ് 25 മിനിറ്റ് ആകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം ഇത് പുറത്തെടുക്കുക. അപ്പോൾ ഒരു 10 മിനിറ്റ് ആകുമ്പോൾ നിങ്ങൾ ഇതിനുള്ളിലേക്ക് നിങ്ങൾ എന്താണോ കാഷ്യൂസോ ബദാമോ അതോ റൈസിൻസൊക്കെ ഇതുപോലെ വെച്ച് കൊടുക്കുക. ഞാൻ ഒരു 10 മിനിറ്റ് ആയപ്പോൾ ഇത് തുറന്നിട്ട് ഇതുപോലെ കാഷ്യൂസും അതുപോലെ കുറച്ച് ബദാമുമാണ് ഞാൻ വെച്ച് കൊടുത്തേക്കുന്നത്. അപ്പോൾ എന്നതിന് ശേഷം അടച്ച് വെച്ച് വീണ്ടും കറക്റ്റ് 25 മിനിറ്റ്, മൊത്തം 25 മിനിറ്റാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇവിടെ കറക്റ്റ് 25 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പുറത്തെടുക്കാം. അപ്പോൾ ഞാൻ ഇത് പുറത്തെടുത്തിട്ടുണ്ട്. നന്നായിട്ടിത് ചൂടാറിയിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്യാം. അപ്പോൾ ശരിക്കും നല്ല ഒരു സ്പെഷ്യൽ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്ക് തന്നെയാണിത്. അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമാവും. പ്രത്യേകമായിട്ടുള്ളൊരു സ്പെഷ്യൽ ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ആ ലൈക്ക് ബട്ടണിൽ അമർത്തി ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ റെസിപ്പികൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം.